ഹലോ ഡിയേഴ്സ്, ഞാൻ നീനു. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഗാർഡൻ വീഡിയോസ് ആയിട്ടല്ല, ഒരു അൺബോക്സിങ് ആൻഡ് ഒരു ഓണസ്റ്റ് റിവ്യൂ ആയിട്ടാണ്. ഇത് ഞാൻ ഇഷി കളക്ഷൻസ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് പർച്ചേസ് ചെയ്തതായിരുന്നു. പക്ക അടിപൊളി തന്നെയാണ് കേട്ടോ. അതുമല്ല, റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 40 രൂപ മുതലാണ്. ഈ മെറ്റീരിയൽസിൻ്റെ റേറ്റ് നമുക്ക് 40 രൂപ മുതൽ അവൈലബിൾ ആണ്. 40 രൂപയ്ക്കൊക്കെ നല്ലത് കിട്ടുമെന്നുള്ള ഡൗട്ട് ആർക്കും തന്നെ വേണ്ട കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാവേ. അപ്പോൾ ഇതുപോലെ ഒരു ലാബിലൊക്കെ ഒട്ടിച്ച് നല്ല പക്കയായിട്ട് തന്നെയാണ് കേട്ടോ അവർ ഇത് നമുക്ക് പാക്ക് ചെയ്ത് തന്നേക്കുന്നത്. നമുക്ക് എന്തായാലും അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ. ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് ഡയറക്റ്റായിട്ട് തന്നെ വെച്ചിരിക്കുന്നത് കൊണ്ട് അൺബോക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മളിപ്പോൾ സിസറൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ കവർ അല്പം ഒന്ന് മേലോട്ട് വലിച്ച് പിടിച്ച ശേഷം മാത്രമേ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവച്ച് പതിയെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഡ്രസ്സിലൊന്നും ഡാമേജ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മെറ്റീരിയലിന് അടുപ്പിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ കോട്ടൺ ആയാലും റയോൺ ആയാലും ജോർജറ്റ് ആയാലും ഏത് തന്നെ ആയാലും എങ്ങനത്തെ വേണേലും അവരുടെ കളക്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ ലിങ്കും അവരുടെ ഫോൺ നമ്പറും ഒക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവരെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് തന്നെ സെയിം ആയിട്ട് തന്നെ കിട്ടാറുണ്ട്. പല യൂട്യൂബ് ചാനലിൽ നിന്നും ഞാൻ മുൻപ് ഓർഡർ ചെയ്തപ്പോൾ സെയിം മെറ്റീരിയൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. കറക്റ്റ് നമ്മൾ കൊടുക്കുന്ന ഓർഡറിനനുസരിച്ച്, അതായത് കളറും ഒന്നും തന്നെ ചേഞ്ച് വരത്തില്ല. അത്രയ്ക്ക് പക്കയായിട്ട് കിട്ടുന്നുണ്ട്. ഇത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ല ബ്ലൂ കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. അതിലെ പ്രിൻറ്റും വലിയ നമുക്ക് വൃത്തികേട് തോന്നുന്ന ആ ഒരു ഇതല്ല വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്ന ഏത് മെറ്റീരിയലായാലും അവർ ചെറിയൊരു സ്ലിപ്പ് ഒട്ടിച്ചിരിക്കും. ആ മെറ്റീരിയൽ ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനും ഉണ്ടാവത്തില്ല ഇത് ഏതാണെന്ന്. അതുപോലെ തന്നെ മെറ്റീരിയലും അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇതിൽ അടിയിൽ ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് മെറ്റീരിയൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓർഡർ ചെയ്ത ആ സെയിം കളർ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മളിപ്പോൾ മീഷോയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് കളറിലൊക്കെ ചേഞ്ചസ് വരാറുണ്ട്. പക്ഷേ ഇവരുടെ ഇതിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, അതായത് മുൻവശമാണ് ഈ ഒരു പ്രിൻ്റ് വരുന്നത്. അടിവശം പ്ലെയിൻ ആയിട്ട് അങ്ങനത്തെ ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പ്രിൻ്റ് ഇളകി പോകുന്നതൊന്നുമല്ല, കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല ഒരു ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഒന്നുകിൽ കുർത്തി അല്ലെന്നുണ്ടെങ്കിൽ മോൾക്ക് വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നമുക്കിനി അടുത്ത മെറ്റീരിയൽ ഏതാണെന്ന് നോക്കാവേ. ഇത് കളർ ഒരു റെയർ ആയിട്ടുള്ള ഒരു കളറാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് കേട്ടോ. അതുപോലെ അതിലെ ഫ്ലവേഴ്സ് കണ്ടോ, നല്ല ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ്. കാണുമ്പോൾ അങ്ങനെ വൃത്തിയായിട്ട് തോന്നുന്ന ആ ഒരു ഇതല്ല. ഇതൊരു റണ്ണിങ് മെറ്റീരിയൽ പോലെയാണ് കേട്ടോ വരുന്നത്. ഇത് വന്നിട്ട് പ്യുവർ ജോർജറ്റ് മെറ്റീരിയലാണ്. അതുപോലെ ഞാൻ ഇതും എനിക്കും മോൾക്കുമായിട്ട്, അതായത് മോം ആൻഡ് ഡോട്ടേഴ്സ് കോംബോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത്രയ്ക്ക് വൃത്തിയുള്ള ഫ്ലവേഴ്സൊന്നും അല്ല. ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇനി ഫ്ലവർ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഇളകി പോരുന്നതാണോ, അങ്ങനത്തെയൊക്കെ ഞാൻ ഡൗട്ട് ഉണ്ടായിരുന്നു ഓർഡർ ചെയ്യുന്ന സമയത്ത്. പക്ഷേ എങ്കിലും ഇത് കയ്യിൽ കിട്ടിയപ്പോൾ അങ്ങനത്തെ ഡൗട്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതുമല്ല മെറ്റീരിയൽ ഇതിപ്പോൾ നമുക്ക് ലൈനിങ് വെച്ച് വേണേലും സ്റ്റിച്ച് ചെയ്യാം, ഇല്ലാതെ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം അത് നല്ല കട്ടിയുള്ളത് തന്നെയാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വൃത്തിയുടെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉള്ള മെറ്റീരിയൽ അല്ല. അപ്പോൾ ലൈനിങ് കൂടി വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് നല്ല തിക്കായിട്ടിരിക്കും. പിന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കളറ്. നമുക്കങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ആ ഒരു കളറും അല്ല, അതിൽ ഒരു ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സും കൂടി ആയപ്പോൾ ഒരു ഭയങ്കര ഒരു ബെസ്റ്റായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇത്. പിന്നെ ഇഷി കളക്ഷൻസിന് എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്, നമുക്ക് ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും എത്ര മീറ്റർ വേണമെങ്കിലും അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഡ്രസ് മെറ്റീരിയൽസിന് ഒരു പഞ്ഞമില്ലെന്ന് തന്നെ പറയാം കേട്ടോ. നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കോംബോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് ഇവിടെ നിന്ന് ഒന്ന് കളക്ട് ചെയ്യുവാണെങ്കിൽ. പിന്നെ ഇവരുടെ സ്ഥലം വന്നിട്ട് പത്തനംതിട്ടയാണ്. അപ്പോൾ പത്തനംതിട്ടയുള്ളവർ അവരുടെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് നിങ്ങൾ ഷോപ്പിൽ ചെന്ന് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മെറ്റീരിയൽസ് ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റുമേ. അതുപോലെ തന്നെ അവരുടെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ആ ഒരു ഹോം പേജും കൂടിയിട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഒരുപാട് ഓഫേഴ്സ് അവരതിൽ അവരുടെ ഓരോ വീഡിയോസിലും പറയുന്നുണ്ട്. വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവേ. അടുത്ത മെറ്റീരിയൽ നമുക്ക് ഏതാണെന്ന് നോക്കാവേ. നമ്മുടെ അടുത്ത ഡ്രസ് മെറ്റീരിയൽ ഡോബി പ്രിൻ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ആ ശരിക്കുള്ള കളർ കോൺട്രാസ്റ്റ് അറിയാൻ പറ്റുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേബി പിങ്കും അതോടൊപ്പം വൈറ്റും കൂടിയിട്ടുള്ള ആ ഒരു ഇതാണ്. നല്ലൊരു കോൺട്രാസ്റ്റ് ആണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ റൗണ്ടിലുള്ള ആ ഒരു പ്രിൻ്റാണ് ഡോബി പ്രിൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ ക്ലോത്ത് വളരെ സോഫ്റ്റുമാണ്, കുറച്ച് കട്ടി കുറവാണ്. ഇതിൽ നമുക്ക് ലൈനിങ് എന്തായാലും യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ലൈനിങ് നിങ്ങൾ പിങ്ക് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയുണ്ടാവും. അങ്ങനത്തെ ഒരു അടിപൊളി
അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇത്രയും വെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒട്ടും വെയിറ്റ് ഇല്ല, ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇഷി കളക്ഷൻസ്. ഇത് ആക്ച്വലി ഞാൻ മോൾക്കൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗൗണൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നമ്മളിപ്പോൾ അതിൻ്റെ ടോപ്പ് പോർഷനിലാണ് വേണേൽ നമുക്ക് പിങ്ക് കൊടുക്കാം. പിങ്ക് കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല അട്രാക്ഷൻ ആയിരിക്കും ഇങ്ങനത്തെ ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ. അത്രയ്ക്ക് വെയ്റ്റ്ലെസ് ആണ്, കുട്ടികൾക്ക് ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത മെറ്റീരിയൽ നോക്കാവേ. ഇത് കണ്ടോ, ഇത് അമേരിക്കൻ ക്രീപ്പ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഞാൻ ബ്ലാക്ക് വേണോ റെഡ് വേണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ലാസ്റ്റാണ് ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്തത്. പക്ഷേ എനിക്കൊന്നു ഈ ഒരു പ്രിൻറ്റിന് ഈ ബ്ലാക്ക് തന്നെയാണ് നല്ല കോമ്പിനേഷൻ എന്ന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമുക്ക് ഗൗണോ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് വേണോ ഇതിൽ സ്റ്റിച്ച് ചെയ്യാം. ഭയങ്കര ആഡംബരത്തിലുള്ള ആ ഒരു പ്രിൻ്റൊന്നുമല്ല. അതുമല്ല പ്രിൻറ്റ് നല്ല സ്ട്രോങ് ആണ്. അത് ഇളകി പോകുന്ന ടൈപ്പ് ഒന്നുമല്ല അത് ചെയ്തേക്കുന്നത്. പിന്നെന്താ പറയുക, ശരിക്കും നോക്കുവാണെങ്കിൽ ഒരു ചെറിയ രീതിയിലൊരു ഷൈനിങ് കൂടി ഒരു മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും നമുക്ക് ലൈനിങ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെന്ന് നിർബന്ധമായിട്ട് ലൈനിങ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ലൈനിങ് യൂസ് ചെയ്താൽ മതിയാവും. ഇത്രയും വിലക്കുറവിൽ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ വേണ്ടാന്ന് വയ്ക്കുന്നതല്ലേ. അതാണ് ഞാൻ കുറച്ചങ്ങ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവരുടെ മെറ്റീരിയൽസ് ഒക്കെ എനിക്ക് ഇഷ്ടമായത് കാരണം ഞാൻ ഇനിയും ഓർഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും അതുപോലെ അവരുടെ നമ്പറൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അവരെ കോൺടാക്റ്റ് ചെയ്യുക. ഇത്രയും വിലക്കുറവിൽ കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ വേണ്ടാന്ന് വയ്ക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ ഒന്ന് ഓർഡർ ചെയ്യുക, ഹാപ്പി ആയിരിക്കുക. ഈ ഒരു മെറ്റീരിയൽ ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആയത്, ഏതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിരിക്കുന്നു. ഞാൻ എന്നിട്ടും വിചാരിച്ചു ബ്ലൂ ചെയ്താലൊന്ന്. പക്ഷേ എങ്കിൽ ഓൾറെഡി ഞാനൊരു ബ്ലൂ കളർ സെലക്ട് ചെയ്തത് കാരണം ഇത് ഞാൻ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനും മോൾക്കും കൂടിയിട്ടുള്ളൊരു കോംബോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നല്ല രസമുണ്ട്, നല്ല മെറ്റീരിയലാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ഒരു പെർഫെക്ഷനുള്ള ഒരു മെറ്റീരിയലാണ്. ഇനി നമുക്ക് അടുത്ത മെറ്റീരിയലും കൂടി ഏതാണെന്ന് നോക്കാവേ. അതാണ് ലാസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ ഇത് കോട്ടൺ ആണ് കേട്ടോ. ഞാൻ സാധാരണ എപ്പോഴും കോട്ടൺ ടൈപ്പാണ് എടുക്കുന്നത്. പക്ഷേ ഇത്തവണയാണ് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും അപ്പോഴൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വരുമ്പോൾ എങ്ങനെയായിരിക്കുന്നു. പക്ഷേ ഒരു മെറ്റീരിയലും ഒരല്പം പോലും കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാം അത്രയ്ക്ക് പെർഫെക്ഷനോട് കൂടി തന്നെ. അതായത് ഒട്ടും ഡാമേജോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുറഞ്ഞ വിലയിൽ കിട്ടുന്നുള്ളെന്ന ആ ഒരു ഫീലിങ്സ് പോലും ഉണ്ടായിരുന്നില്ല. ഇത്രയും റേറ്റിന് നമുക്ക് എങ്ങനെ കിട്ടുന്ന ആ ഒരു ഫീലിങ്സേ ഇല്ലായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് ഒരല്പം പോലും മാറ്റം വരുത്തിയിട്ടല്ല അവർ അയച്ചേക്കുന്നത്. അതുമല്ല കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഡെലിവറും ആവുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ കോട്ടൺ മെറ്റീരിയലാണ്. വൈറ്റിൽ ചെറിയ സ്കൈ ബ്ലൂ കളറിൻ്റെ പ്രിൻ്റാണ് വരുന്നത്. ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതും ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നല്ല കട്ടിയുണ്ട്. ഇതും നല്ല തിക്കായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ലൈനിങ് യൂസ് ചെയ്യാം, ഇല്ലാതെ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്ക് നല്ല തിക്കായിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ കളറൊന്നും പോകുമെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. സാധാരണ നമ്മൾ കോട്ടൻ്റെയൊക്കെ കളറ് പോകാറുണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഐഷി കളക്ഷൻസിൻ്റെ യൂട്യൂബ് ചാനൽ. അവർ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീഡിയോ ആദ്യം കണ്ട് ഓർഡർ ചെയ്യുന്ന ആദ്യത്തെ 50 പേർക്ക് ഫ്രീ ഷിപ്പിംഗ്, അങ്ങനെ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ ഈ ഓണം, വിഷു ഇതുപോലെ ഓരോ വരുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ട് ഓഫേഴ്സ് അവരുടെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ അവർ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നിങ്ങൾക്ക് നല്ല മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനും പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഒത്തിരി ഓഫേഴ്സ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇത് മാക്സിമം ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.